ഹലോ ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഒരു കാര്യം പറയാൻ ഒരു പ്രത്യേക ടോപ്പിക്ക് എന്നുള്ള രീതിയിലല്ല, പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ പറയണമെന്ന് തോന്നി, ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമുക്ക് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരുടെ അംഗീകാരം അല്ലെങ്കിൽ വാലിഡേഷൻ എന്ന് പറയുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുറകെ നടക്കേണ്ട ഒരു സ്ഥിതി വിശേഷം വരുന്നുണ്ട് ചില ആൾക്കാർക്കൊക്കെ, അല്ലേ? അപ്പം നിങ്ങൾക്ക് ഓരോരുത്തരും അത് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ ചിരിച്ചില്ല, മിണ്ടിയില്ല, കണ്ടില്ല, അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്തില്ല, ഇങ്ങനെയൊക്കെ ചില പരാതികളൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും, അല്ലേ? അയ്യോ, നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കും, നമ്മളത് ചിന്തിക്കും, എന്താ അവരെന്തെടുത്തും മിണ്ടാതിരുന്നത്, അല്ലേ? നമ്മൾ അങ്ങോട്ട് പോയി പലയിടത്തും മിണ്ടേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ ജീവിക്കുന്നൊരു സാഹചര്യത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ ആൾക്കാർ നമ്മളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക, നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുമ്പോഴോ അല്ലെങ്കിലൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചാൽ പോലും നമ്മളൊരു വക വയ്ക്കാതിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് എൻ്റെ അമ്മയോടൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയുമ്പോഴൊക്കെ അവർ പറയുന്നത് വെച്ചാൽ ഇങ്ങോട്ട് മിണ്ടുമ്പോൾ മാത്രം മിണ്ടുക എന്തിനാ. പക്ഷെ നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള ചില എന്താ പറയുക സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടെന്നുള്ളത് പറയാം. ഞാൻ എൻ്റെ മനസ്സിനെ പറയുന്നത് സോഫ്റ്റ് ഹാർട്ടാണെന്നാണ്. പെട്ടെന്ന് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാവരോടും മിണ്ടി സംസാരിക്കുന്ന, ഇടിച്ചു കയറി സംസാരിക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറ്റാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ചിലർ പറയുന്നു പ്രാക്ടീസ്, അതായത് നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് പ്രാക്ടീസ് ചെയ്യണമെന്ന്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വഭാവം, ഒരു അടിസ്ഥാന സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം അന്നത്തെ ദിവസം നമുക്ക് ഒരു കുറ്റബോധം ഇല്ലാതെ ഉറങ്ങാൻ പറ്റും. എങ്ങനെ? നമ്മളെല്ലാവരോടും മിണ്ടി, നമ്മൾ അന്നത്തെ ദിവസം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി അങ്ങോട്ട് ചേരാൻ വേണ്ടി. ഓരോരുത്തരും ഓരോ മൂഡിലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളോട് ദേഷ്യമുള്ളവർ തന്നെ ആയിരിക്കാം അവർ, നമ്മളോട് ചിലപ്പം നമ്മുടെ ആ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാതുള്ളവരായിരിക്കാം. അപ്പോൾ അവരങ്ങനെ പെരുമാറിക്കോട്ടെ, നമ്മൾ നമ്മളായിട്ട് നിന്നാൽ പോരെ. അപ്പോൾ അവരെ പോലെ തന്നെ നമ്മളായി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? ബൈബിളിലൊരു വചനമുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങളെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് നീ വചനം പഠിക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാവുക എന്നതിൽ ബൈബിൾ പ്രകാരമാണ്, ബൈബിൾ പ്രകാരം ജീവിക്കുന്നതിൽ അർത്ഥം. അത് മറ്റുള്ളത് ബൈബിളിൽ അറിയാത്ത, വചനം അറിയാത്ത ആൾക്കാരുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ പോരെ നിങ്ങളെ. അപ്പം നിങ്ങൾ ഒരു യുണീക്ക് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായി പെരുമാറുന്നെങ്കിൽ ഒരാളുടെ പെരുമാറ്റം കണ്ട് നമ്മളവരെ അനുകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ തീരുമാനിച്ചു, ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ. അതായത് ഇപ്പോൾ വേറൊരാൾ എന്നോട് ചീത്തയായി പെരുമാറി അല്ലെങ്കിൽ കണ്ടില്ല, മിണ്ടില്ല, നമ്മൾ വിഷമിക്കാതെ ഞാൻ ഇടിച്ചേറി മിണ്ടുക, സംസാരിക്കുക, വരിക, സമാധാനത്തോടെ ഇറങ്ങുക. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.